കുറച്ച് ദിവസമായി പിങ്കിനോട് എന്തെന്നറിയാത്തൊരു ഒബ്സഷൻ. എന്ത് കണ്ടാലും പിങ്ക് അടിക്കണം, എന്ത് ചെയ്താലും പിങ്ക് കൊണ്ട് ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന ആ മഷ്റൂമിനെ അങ്ങോട്ട് പിങ്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ അങ്ങോട്ട് പിങ്ക് കളർ അടിച്ചു. വേണോ വേണ്ടെന്ന് കുറച്ച് ചിന്തിച്ചു, എന്നാലും ഇനിയിപ്പോൾ പിങ്ക് ആക്കുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പിങ്ക് അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു, നമ്മുടെ മഷ്റൂം. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പെയിൻറ്റിങ് ഇല്ലേ, അതിനെയും പിങ്കാക്കാനൊരാഗ്രഹം. വേണോ വേണ്ടേ അങ്ങനെയായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചത്. അതിനെ കൊളാക്കണോ? പിന്നെ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതിനെ അങ്ങോട്ട് എടുത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് അടിച്ച് എന്ത് ചെയ്തു, നമ്മുടെ പെയിൻറ്റിങ്ങിനെ അങ്ങോട്ട് ചളാക്കി. ഇനിയിപ്പോൾ നമുക്കതിനെ പിങ്കാക്കിയായിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെ അതിനൊരു 4 കോട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടാണ് എൻ്റെ പൊന്നു മക്കളെ അതിനൊന്ന് വൈറ്റ് കളറാക്കി എടുത്തത്. എന്നാലും കാണാം അതിൻ്റെ ബാക്കിലെ പെയിൻറ്റിങ്. പിന്നെ നമ്മുടെ ആ സ്റ്റാൻഡിൽ അവനെയും വൈറ്റ് കളർ അടിക്കണം എന്നൊരു മോഹം. അങ്ങനെ പിന്നെ അവനെ അടിച്ചു. അങ്ങനെ ഞാനൊരു റോസാപ്പൂ വരയ്ക്കാനുള്ളൊരു തത്രപ്പാടിൽ ഞാൻ വരച്ചു കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് വരയ്ക്കാൻ അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ബ്രഷ് ശരിയാവാണ്ടാണോ എന്ന് എനിക്ക് അറിയുന്നില്ല. അതങ്ങോട്ട് ഒത്തില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, റോസാപ്പൂവിനെ മൊത്തത്തിൽ അങ്ങോട്ട് മായ്ച്ചളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഒരു പിങ്ക് ബോയ് ഉണ്ടല്ലോ, അന്ന് പോയി പിൻട്രസ്റ്റിൽ നോക്കി വരച്ച് പഠിച്ച്, എന്നിട്ട് നമ്മുടെ ക്യാൻവാസിലോട്ട് പെൻസിലുകൊണ്ട് വരച്ച് നമ്മുടെ ക്യാൻവാസിനെ പെയിൻറ്റ് ചെയ്തെടുത്തു ഒരു വിധത്തിൽ. എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ സ്റ്റാൻഡ് എന്തായാലും വൈറ്റ് കളർ അടിച്ചത് നന്നായി എന്ന് എനിക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ്